ശക്തമാക്കാൻ ആശാപ്രവർത്തകർ നാലാം ഘട്ട സമര പ്രഖ്യാപനം നടത്താനൊരുങ്ങി സമരസമിതി. സംസ്ഥാന വ്യാപകമായി സമര പരിപാടികൾ നടത്താനുള്ള തീരുമാനമാകും ആശാ സമരസമിതി കൈക്കൊള്ളുക. വിവരങ്ങളുമായി സൂര്യ ഗായത്രിയുണ്ട്. സൂര്യ, സമരം തുടങ്ങി 71ാം ദിവസത്തിൽ എത്തിയിരിക്കുകയാണ്. നാലാം ഘട്ട സമര പ്രഖ്യാപനം നടത്താൻ ഒരുങ്ങുകയാണ് സമരസമിതി. വിവരങ്ങൾ എങ്ങനെയാണ്? നിരാഹാര സമരം തന്നെ ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നിരാഹാര സമരം തുടങ്ങി 33ാമത്തെ ദിവസവും രാപ്പകൽ സമരം തുടങ്ങി 71ാമത്തെ ദിവസവുമാണ്. ഇപ്പോഴും അടിസ്ഥാന ആവശ്യങ്ങളിൽ സർക്കാർ മൗനം തുടരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഓണറേറിയം വർധനവിൽ ഇപ്പോഴും അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പഴയ ഒരു നിലപാടിൽ നിന്ന് 21,000 ആക്കണമെന്നതിൽ നിന്ന് 3,000 ആക്കി ഉയർത്തി തന്നാലെങ്കിലും മതി എന്നുള്ള തീരുമാനത്തിലേക്ക് ആശാപ്രവർത്തകർ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും സർക്കാർ അതിനും ഒരു അനുകൂല തീരുമാനം, ആശാപ്രവർത്തകർക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കാത്തത് തന്നെയാണ് സമരം തുടരാൻ വിരമിക്കൽ ആനുകൂല്യവും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. വിരമിക്കൽ പ്രായം അത് 62 എന്നുള്ളത് സർക്കാർ മാറ്റിയെങ്കിലും അതിനുശേഷം എപ്പോൾ വേണമെങ്കിലും വിരമിച്ചു പോകാം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ വിരമിച്ചു പോകുമ്പോഴും വിരമിക്കൽ ആനുകൂല്യമൊന്നും ആശാപ്രവർത്തകർക്ക് ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ഘട്ടത്തിൽ സമരം ശക്തമാക്കാൻ തന്നെയാണ് ആശാ സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാലാം ഘട്ട സമര പ്രഖ്യാപനം ഇന്നുണ്ടാകോ? തീർച്ചയായിട്ടും ഇന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഇന്ന് നാലാം ഘട്ടം സമരം ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. കാരണം നമ്മൾ 71 ദിവസമായി, നിരാഹാര സമരം 33 ദിവസമായി. സർക്കാർ വാർഷികാഘോഷമായിട്ട് പോവുകയാണ്. കോടാനുകോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മൾ ആശാവർക്കർമാരുടെ ഈ സമരം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു ചേർത്ത ചർച്ചയിൽ അത്തരത്തിലുള്ളൊരു സെറ്റിൽമെന്റ് ഫോർമുല വെക്കാതെ വന്ന സാഹചര്യത്തിൽ നമ്മൾ അങ്ങോട്ട് വെച്ച സെറ്റിൽമെന്റ് ഉണ്ട്. താൽക്കാലികമായി ഈ സമരം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊരു തുക പ്രഖ്യാപിക്കാൻ, അത് 3,000 രൂപയാണ്. അത് ഒരു ദിവസം 100 രൂപയാകത്തുള്ളൂ. അത്രയും തുക തരാൻ കഴിയില്ല എന്ന് പറയുന്ന സർക്കാരാണ് ഇപ്പം വളരെ പൊടുന്നനവേ ഇത്രയും വലിയ തുക എന്ന് പറഞ്ഞാൽ അത് ഹോർഡിങ്സും ഫ്ലെക്സിനും ഒക്കെ തന്നെ എന്തോ 15 കോടി എന്നൊക്കെയാണ് പറയുന്നത്. ഇത്ര വലിയ തുകയാണ് വയ്ക്കുന്നത്. ഈ ഒരു വർഷം ഈ തുക വെച്ച് ആശാവർക്കർമാർക്ക് കൊടുക്കണമെങ്കിൽ പോലും 90 കോടി രൂപയെ വരത്തുള്ളൂ. ഒരു വർഷം കൊടുക്കണമെങ്കിൽ പോലും അത്രയും തുക ചെലവഴിച്ചുകൊണ്ടാണ് സർക്കാരിൻ്റെ വാർഷികാഘോഷം നടത്തുന്നത്. അപ്പോൾ ഇതൊരു ജനാധിപത്യപരമായ യാതൊരു നടപടിക്രമങ്ങളും നമ്മൾ കാണുന്നില്ല. കാരണം ഒരു സർക്കാരിനോടൊപ്പം ഇരിക്കുന്ന അവരുടെ ഭരണകക്ഷിയിലുള്ള ആളുകൾ തന്നെ, അതിൻ്റെ വലിയ വലിയ നേതാക്കന്മാർ തന്നെ മാന്യമായി സമരം ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇവിടുത്തെ മറ്റ് പ്രതിപക്ഷ സംഘടനകൾ ആവശ്യപ്പെടുന്നു. ഇവിടുത്തെ മത സാമുദായിക സംഘടനകൾ ആവശ്യപ്പെടുന്നു. ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ, സാഹിത്യകാരന്മാർ, ഇവരെല്ലാവരും ആവശ്യപ്പെടുന്നു. ഇവിടെ നികുതി കൊടുക്കുന്ന പൊതുജനങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നു ഈ സമരം സെറ്റിൽ ചെയ്യണം, മാന്യമായി സെറ്റിൽ ചെയ്യണം. അതൊരു ജനാധിപത്യ പ്രക്രിയയാണ്. ആ ജനാധിപത്യ പ്രക്രിയ നടപ്പാക്കാൻ ഇവർക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് വളരെ അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു നിലപാടാണ് അവരെടുത്തുകൊണ്ടിരിക്കുന്നത്. വിരമിക്കൽ പ്രായം ഉൾപ്പെടെ എടുത്ത് മാറ്റിയവർ, അപ്പൊ അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അടിസ്ഥാന ആവശ്യങ്ങളിൽ മൗനം സർക്കാർ ഇപ്പോഴും തുടരുകയാണ്. തീർച്ചയായിട്ടും വിരമിക്കൽ പ്രഖ്യാപിച്ച 62 വയസ്സെന്നുള്ള ആ ഉത്തരവ് പിൻവലിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ട് വിരമിക്കൽ പ്രായം പ്രഖ്യാപിക്കാവുള്ളൂ. കാരണം എന്താണെങ്കിലും ഇപ്പൊ 62 വയസ്സിന്റെ ഫ്രീസ് ചെയ്തു, മരവിപ്പിച്ചുകൊണ്ട് ഉത്തരവിറക്കിയെന്ന് പറഞ്ഞാൽ ഏത് കാലം വരെ പണിയെടുക്കാം. പക്ഷെ എത്ര കാലം വരെ പണിയെടുക്കും മനുഷ്യർ? അവർക്ക് പണി നിർത്തേണ്ടുന്ന ഒരു സമയം വരുമല്ലോ. അപ്പം വിരമിക്കൽ പ്രായം പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് വയ്യാതാകുമ്പം ഇട്ടിട്ട് പോവുക എന്നുള്ളതല്ലല്ലോ. പക്ഷെ ഏത് പ്രായത്തിൽ പോകുമ്പോഴും അവർക്കൊരു സാമ്പത്തിക സഹായം നൽകണ്ടേ? ഇത്രയും കാലം ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയിട്ട് പണിയെടുത്തരല്ല. അപ്പം വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക എന്നുള്ളത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഉയർത്തിയ ഈ പ്രധാനപ്പെട്ട 2 ഡിമാൻഡുകളിന്മേൽ സർക്കാർ തീരുമാനമെടുക്കാതെ നമുക്കിവിടെ നിന്ന് പോകാൻ കഴിയില്ല. ഞങ്ങൾക്ക് സർക്കാരിനെതിരായിട്ടുള്ള സമരമോ പിടിവാശിയോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ 21,000 ചോദിക്കുമ്പോഴൊരു സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് താൽക്കാലികമായി നമ്മളൊരു തുക അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലും തരാൻ കഴിയാത്ത തരത്തിൽ സർക്കാർ സാമ്പത്തിക ബാധ്യതയിലാണ് എന്ന് പറയുന്ന ആളുകൾ ഇത്രയും കോടി രൂപ ചെലവിട്ട് അവർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഇങ്ങനെ കൊട്ടിഘോഷിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ജനങ്ങൾക്ക് ബോധ്യപ്പെടുമല്ലോ, എൻ്റെ സർക്കാരാണ്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിലപാടെടുക്കുന്ന സർക്കാരാണെന്ന് ബോധ്യപ്പെടുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണല്ലോ ഇതെല്ലാം വെച്ച് കൊട്ടിഘോഷിക്കേണ്ടി വരുന്നത്. അപ്പോൾ തീർച്ചയായും ഒരു ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ് ഇവരെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് സമരമായിട്ട് മുന്നോട്ട് പോയെങ്കിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ നാലാം ഘട്ട സമര പരിപാടി എന്താണെന്നുള്ളത് ഇന്നിവിടെ പ്രഖ്യാപിക്കും. സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രതിഷേധം
പ്രതീക്ഷിക്കാം? അത് തീർച്ചയായിട്ടും നമ്മൾ ഒരു ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമല്ലോ. അപ്പം നിങ്ങൾക്ക് വിശദമായിട്ടെല്ലാം പറഞ്ഞു തരാം. നമ്മളൊരു 4ാം ഘട്ട വളരെ വിപുലമായ ഒരു സമര പരിപാടിയിലേക്ക് പോവുകയാണ്. അതാണ് 4ാം ഘട്ട സമര പ്രഖ്യാപനം ആശാപ്രവർത്തകർ ഇന്നിപ്പോൾ സമരസമിതി നടത്തുമെന്നുള്ളതാണ്. അവർ ഉന്നയിക്കുന്ന അടിസ്ഥാന ആവശ്യങ്ങളിൽ സർക്കാർ ഇപ്പോഴും മൗനം തുടരുകയാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് എപ്പോൾ വേണമെങ്കിലും ആശാപ്രവർത്തകർക്ക് തങ്ങളുടെ ജോലി മതിയാക്കി വിരമിച്ച് പോകാം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ വിരമിച്ച് പോകുമ്പോഴും വിരമിക്കൽ ആനുകൂല്യം ഒന്നും ഇല്ല എന്നുള്ളതാണ്. അതിനുശേഷം ഈ ഓണറേറിയം വർധനവും ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ എന്താണ് ജോലി മതിയാക്കി പോയി കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ എടുക്കാനുള്ളത് എന്നുള്ള ചോദ്യമാണ് ആശാപ്രവർത്തകർ ചോദിക്കുന്നത്. സർക്കാർ വലിയ പണം ചെലവാക്കി 4ാം വാർഷികാഘോഷം അതിവിപുലമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ കാസർഗോഡ് നിന്ന് ആഘോഷ പരിപാടികൾ തുടങ്ങുകയാണ്. അത്തരത്തിൽ ആഘോഷിക്കാനുള്ള പണം സർക്കാരിന്റെ കയ്യിലുണ്ട്. പക്ഷേ ആശാപ്രവർത്തകർ അടക്കം ഓണറേറിയം വർധനവും വിരമിക്കൽ ആനുകൂല്യവും ഒക്കെ ചോദിക്കുമ്പോഴാണ് സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ള ഒരു ന്യായം നിരത്തുന്നത് എന്നുള്ള വിമർശനം അവർ ഉയർത്തുന്നുണ്ട്. എന്തായാലും അടിസ്ഥാന ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനം സർക്കാർ എടുക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ അതിശക്തമായ സമരം അത് സംസ്ഥാന വ്യാപകമായിട്ട് നടത്താനുള്ള തീരുമാനമാണ് ആശാപ്രവർത്തകർ എടുത്തിരിക്കുന്നത്. എത്തരത്തിലാകും 4ാം ഘട്ട സമരം ഉണ്ടാവുക എന്നുള്ള പ്രഖ്യാപനം ഇന്നിപ്പോൾ ആശാപ്രവർത്തകർ നടത്തും. വൃന്ദ. ശരി സൂര്യ.